ഗുഡ് മോർണിംഗ്. വെൽക്കം ടു +1 പൊളിറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ കേന്ദ്ര എക്സിക്യൂട്ടീവിൽപ്പെട്ട രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നീ വിഭാഗങ്ങളെയാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് സ്ഥിരം എക്സിക്യൂട്ടീവ് അഥവാ ബ്യൂറോക്രസിയെക്കുറിച്ചാണ്. ആധുനിക രാഷ്ട്രങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പരസ്പരം ബന്ധമുള്ള രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് നയരൂപീകരണം, അതായത് തീരുമാനമെടുക്കുക അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുക. മറ്റൊന്ന് എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുക, നയങ്ങൾ നടപ്പിലാക്കുക. രാഷ്ട്രത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത് രാഷ്ട്രീയ കാര്യ നിർവഹണ വിഭാഗം അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് നടപ്പാക്കുന്നത് സ്ഥിരം എക്സിക്യൂട്ടീവ്, സിവിൽ സർവീസസ് അഥവാ ബ്യൂറോക്രസിയാണ്. അപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ കാണുന്ന പോലെ എക്സിക്യൂട്ടീവിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, ഉദാഹരണം പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി, MLA മാർ, MP മാർ. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവർ തെരഞ്ഞെടുപ്പിലൂടെയാണ് എക്സിക്യൂട്ടീവായി മാറുന്നത് എന്നുള്ളതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്, ഒരു നിശ്ചിത വർഷത്തേക്ക് മാത്രമായി ആ സ്ഥാനത്തെത്തുന്നവരാണ്. അവരെയാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇവിടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ചില ആളുകളുടെ പേര് തന്നിട്ട്. ഇപ്പോൾ സ്പീക്കർ രാഷ്ട്രീയ എക്സിക്യൂട്ടീവാണ്. എന്നാൽ സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും. അവരെ പറയുന്ന മറ്റൊരു പേരാണ് ബ്യൂറോക്രസി എന്നാണ് പറയുക. ബ്യൂറോക്രസി അതായത് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എടുക്കുന്ന നയ തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് സിവിൽ സർവീസസ് എന്ന് പറയുന്ന ബ്യൂറോക്രസിയാണ്. ഇന്ത്യയിൽ രാഷ്ട്രീയ കാര്യ നിർവഹണ വിഭാഗം അറിയപ്പെടുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അഥവാ മന്ത്രിമാരെന്നാണ്. ഓഫീസിലോ ഫീൽഡിലോ ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ബ്യൂറോക്രസിയുടെ ഭാഗമായി പരിഗണിക്കപ്പെടുന്നു. അതിൽ ഉയർന്ന ഉദ്യോഗസ്ഥരും താഴേക്കിടയിലുള്ള കീഴ് ജീവനക്കാരും എല്ലാം അതിനകത്ത് ഉൾപ്പെടും. രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയമിക്കപ്പെട്ട ഒരു കൂട്ടം ഉദ്യോഗസ്ഥരാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ബ്യൂറോക്രസിക്കൊരു നിർവചനം കൊടുക്കാമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയമിക്കപ്പെട്ട ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഏത് രീതിയിലുള്ള ഭരണമാണെങ്കിലും ബ്യൂറോക്രസി വളരെ അത്യാവശ്യമാണ്, ഒഴിവാക്കാൻ കഴിയില്ല. ബ്യൂറോക്രസിയുടെ ഒരു പ്രത്യേകത തട്ടുതട്ടായിട്ടായിരിക്കും. ഒരു മേലുദ്യോഗസ്ഥൻ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്കുള്ള ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലായിരിക്കും. ഓരോ ബ്യൂറോക്രാറ്റും വിവേകശാലിയും നല്ല ഭരണകർത്താവും ആയിരിക്കും. കാരണം അവർ തിരഞ്ഞെടുക്കുന്നത് മത്സര പരീക്ഷകളിലൂടെ ആയിരിക്കും. ഏറ്റവും കഴിവുള്ള ആളുകളെയാണ് ബ്യൂറോക്രാറ്റുകളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി യൂണിയൻ എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് permanent executive bureaucracy. In all modern states, work of the government has two closely related aspects. One is the formulation of policies and the other is their implementation. One is the formulation of policies and the other is the implementation. Administration of the state is controlled by the political executive, while the detailed working is left to the permanent officials known as civil service or bureaucracy. In other words, the bureaucracy implements the policy decided by the political executive. In India, the political executive is known as ministers. Executive can be classified into two: political executive and permanent executive. The example of political executive are Prime Minister, President, Chief Minister, MLAs, MPs, because they are elected for a fixed term through the popular election by the people. But permanent executives are all officials under the state or central government. They are selecting on the
basis of merits and talented exam. At the public servants who work either in office or the field are considered part of bureaucracy. Bureaucracy may be defined as a body of professional full-time officials employed to handle the civil affairs of the state in a non-political capacity. Bureaucracy is today unavoidable in every form of government. In this system, the work is divided in a hierarchical manner and each step in the hierarchy is linked with the other. Every bureaucrat is supposed to be not only a learned man but also a good administrator. ബ്യൂറോക്രസിയുടെ സ്ഥാനവും പ്രാധാന്യവും സാമൂഹ്യ പരിവർത്തനത്തിനും ആധുനികവൽക്കരണത്തിനും ആസൂത്രണത്തിനും സാമ്പത്തിക പുരോഗതിക്കുമുള്ള ഒരു ഉപകരണമാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ബ്യൂറോക്രസി സംരക്ഷിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ജനാധിപത്യപരമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചുമുള്ള ബോധം ബ്യൂറോക്രസിക്കുണ്ടായിരിക്കണം. നയങ്ങൾ രൂപീകരിക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും ബ്യൂറോക്രസി പ്രധാന പങ്ക് വഹിക്കുന്നു. രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകൾ, അതായത് മന്ത്രിമാർ, സാധാരണ വ്യക്തികളായതുകൊണ്ട് സ്വന്തം വകുപ്പിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആവശ്യമായ വിവരം അവർക്കുണ്ടായിക്കൊള്ളണം എന്നില്ല. ബ്യൂറോക്രസി ഒരു വിദഗ്ധ സംഘം ആയതുകൊണ്ട് ഒരുതരം ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. നയരൂപീകരണത്തിന് മന്ത്രിമാർ എപ്പോഴും അവരെ ആശ്രയിക്കുന്നു. നയരൂപീകരണം സംബന്ധിച്ച വിശദാംശങ്ങളും വകുപ്പിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഉപദേശങ്ങളും അവർ മന്ത്രിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നിയമനിർമ്മാണ രംഗത്തും ബ്യൂറോക്രസി മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. നിയമനിർമ്മാണ ബില്ലുകൾ അതിൻ്റെ കരട് രൂപത്തിൽ അംഗീകരിക്കുകയും ബ്യൂറോക്രസി വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഭരണപരമായ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയും കൂടുതൽ ശാസ്ത്രീയവും സങ്കീർണവും സാങ്കേതികവും ആയിക്കൊണ്ടിരിക്കുകയുമാണ്. നിയമസഭ അംഗീകരിക്കുന്ന ബില്ലുകൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ ചട്ടങ്ങളും നിയമാവലികളും ബ്യൂറോക്രസി തയ്യാറാക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്നതിന് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്നാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. എന്താണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ? നിയമസഭ അംഗീകരിക്കുന്ന ബില്ലുകൾ നടപ്പാക്കുമ്പോൾ ആവശ്യമായ ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെ കൂട്ടിച്ചേർക്കുന്നത് ബ്യൂറോക്രസിയാണ്. അങ്ങനെ ചേർക്കുന്ന നിയമത്തെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ധനകാര്യ ഭരണത്തിൻ്റെ മണ്ഡലത്തിലും ബ്യൂറോക്രസി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധരായ ബ്യൂറോക്രാറ്റുകളാണ് വാർഷിക ബജറ്റ് തയ്യാറാക്കുന്നത്. പാർലമെൻറ്റിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നിയമനിർമ്മാണ സഭ അംഗീകരിച്ച രീതിയിലാണ് പണം ചിലവഴിക്കപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ബ്യൂറോക്രസിയാണ്. ഓരോ വകുപ്പിനും അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ള അനേകം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഉന്നത സ്ഥാനത്തുള്ള ബ്യൂറോക്രാറ്റുകളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ പദവി അവരുടെ അധികാരശക്തി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ രാജ്യത്തിൻ്റെ ഭരണത്തിൽ ബ്യൂറോക്രസി അതിപ്രധാനമായ ഒരു പങ്കാണ് വഹിക്കുന്നത്. ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ ഓഫ് ബ്യൂറോക്രസി. Bureaucracy is an instrument of modernization and social change. It is also an instrument of planning and economic development. It has to safeguard the rights of the unprivileged sections of society. At the same time, it has to be aware of the political atmosphere and the democratic context in which it has to operate. Bureaucracy plays an important role in the formulation and implementation of policy. Political executives, that is, ministers, being amateurs and laymen, do not have adequate knowledge about the affairs of their departments. Bureaucracy consisting of experts acts as sort of permanent brain trust. Ministers always depend on them for the determination of policy.
They provide all necessary information to their ministers regarding policy formulation. They advise the minister about the day-to-day working of the department. Bureaucracy plays an important role in the field of legislation. The legislature passes the bill in a skeleton form and leaves the details to be filled by the bureaucracy. Administrative problems are increasing and becoming more scientific, complicated, and technical. It has become a practice that the rules and regulations necessary for the implementation of laws passed by the legislature are made by the bureaucracy. This practice is known as delegated legislation. In the field of financial administration, bureaucracy plays an important role. The annual budget is prepared by the bureaucrats who are experts in financial matters. It is the bureaucrats who have to ensure that the money sanctioned by the legislature is spent according to the will of the parliament. Every department has to take a number of decisions which are quasi-judicial nature. Senior bureaucrats take the decisions. This practice is known as administrative adjudication. This role has considerably increased the power of the bureaucracy. In short, bureaucracy plays a vital role in the administration of the രാഷ്ട്രീയവും സ്ഥിരവുമായ എക്സിക്യൂട്ടീവുകൾ തമ്മിലുള്ള ബന്ധം. രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകൾ കാലാകാലങ്ങളിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അവരുടെ ഔദ്യോഗിക കാലാവധി നിയമസഭാ അംഗങ്ങളുടെയും പിന്തുണയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ സ്ഥിരം എക്സിക്യൂട്ടീവുകൾ പെൻഷൻ പ്രായം വരെ സ്ഥിരമായി ഔദ്യോഗിക പദവികളിൽ തുടരുന്നു. രാഷ്ട്രീയക്കാരും സാധാരണ വ്യക്തികളും ആണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ആകുന്നത്. എന്നാൽ സ്ഥിരം എക്സിക്യൂട്ടീവുകൾ ഭരണപരിചയമുള്ളവരും വിദഗ്ധരുമായ സിവിൽ ഉദ്യോഗസ്ഥർ അഥവാ ബ്യൂറോക്രാറ്റുകളാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അവർ നിയമിക്കപ്പെടുന്നത്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകളും ബ്യൂറോക്രസിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകൾ, അതായത് മന്ത്രിമാർ, രാഷ്ട്രീയക്കാരും സാധാരണ വ്യക്തികളുമായതിനാൽ വകുപ്പ് കാര്യങ്ങളിൽ ശരിയായ അറിവുണ്ടായിരിക്കുകയില്ല. മന്ത്രിമാർ നയരൂപീകരണത്തിന് എപ്പോഴും ബ്യൂറോക്രാറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. മന്ത്രിമാർക്ക് കീഴിലാണ് ബ്യൂറോക്രാറ്റുകൾ പ്രവർത്തിക്കുന്നത് എങ്കിലും ഭരണകാര്യങ്ങളിലുള്ള പരിചയത്തിൻ്റെയും അറിവിൻ്റെയും അഭാവം കാരണം ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ മന്ത്രിമാർക്ക് കഴിവുണ്ടായിരിക്കുകയില്ല. വകുപ്പിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥരാണ് മന്ത്രിമാർക്ക് ഉപദേശങ്ങൾ നൽകുന്നത്. മന്ത്രിമാർ നിയമനിർമ്മാണ സഭയിൽ നൽകുന്ന ഉത്തരങ്ങൾ തയ്യാറാക്കുന്നത് ബ്യൂറോക്രാറ്റുകളാണ്. മന്ത്രിമാരുടെ പ്രസംഗങ്ങൾ പോലും എഴുതിയുണ്ടാക്കുന്നത് അവരാണ്. സർക്കാരിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയെ ബ്യൂറോക്രസി സ്വാധീനിക്കുന്നു. ഭരണകക്ഷി ഇടയ്ക്കിടെ മാറിയേക്കാമെങ്കിലും ഉദ്യോഗസ്ഥ സംവിധാനം മാറ്റമില്ലാതെ തുടരും. അതിനാൽ ബ്യൂറോക്രാറ്റുകൾ എപ്പോഴും നിഷ്പക്ഷത പുലർത്തേണ്ടവരും എല്ലായ്പ്പോഴും സർക്കാർ തീരുമാനങ്ങൾ അനുസരിക്കേണ്ടവരുമാണ്. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും ഉദ്യോഗസ്ഥർ സർക്കാരിനെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അവർ സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കണം. രാഷ്ട്രീയ നിഷ്പക്ഷതയില്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് തുടർച്ച ഉണ്ടാവില്ല. രാഷ്ട്രീയം പക്ഷപാതപരമായ നിലപാടെടുത്താൽ മാറി വരുന്ന സർക്കാരുകളെ സത്യസന്ധമായി സേവിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. ഉദ്യോഗസ്ഥ വൃന്ദത്തിന് നിഷ്പക്ഷമായ രാഷ്ട്രീയ നിലപാട് വേണമെന്ന സങ്കല്പം ആധുനിക ലോകത്ത് കാണാൻ കഴിയുകയില്ല. പൊതു നയരൂപീകരണത്തിൽ ഉദ്യോഗസ്ഥർക്ക് മന്ത്രിമാരെ എളുപ്പത്തിൽ സ്വാധീനിക്കാമെന്നതാണ് യാഥാർത്ഥ്യം. തീരുമാനങ്ങൾ എടുക്കുന്നതിലും അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. സാധാരണയായി പ്രശ്നപരിഹാരത്തിന് ജനങ്ങൾ ഉദ്യോഗസ്ഥരെയാണ് സമീപിക്കുന്നത്. ഉദ്യോഗസ്ഥർ പൊതുപ്രശ്നങ്ങൾ രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ച ചെയ്യുന്നു. രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും തങ്ങളുടെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ താൽപ്പര്യങ്ങൾക്കായി ഉദ്യോഗസ്ഥരെ ചൂഷണം ചെയ്യാറുണ്ട്. കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ ഫലമായി മന്ത്രിസഭയിൽ അടിക്കടി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നതാണ് മറ്റൊരു പ്രശ്നം. അത് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷം സൃഷ്ടിക്കുന്നു. നയങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നതിലും സർക്കാരിൻ്റെ സ്ഥിരതയിലുമായിരിക്കും ബ്യൂറോക്രാസിക്കു താൽപ്പര്യം.
രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകളും സ്ഥിരം എക്സിക്യൂട്ടീവുകളും തമ്മിലുള്ള ബന്ധം നിർണ്ണയിക്കുന്നതിന് ആവശ്യമായ ചില തത്വങ്ങൾ ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നയരൂപീകരണ പ്രക്രിയയിൽ മന്ത്രിമാർ ഉദ്യോഗസ്ഥ വർഗവുമായി തോളോട് തോളു ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. നയത്തിൻ്റെ കാര്യത്തിലായാലും ഭരണത്തിൻ്റെ കാര്യത്തിലായാലും അവസാന വാക്ക് മന്ത്രിമാരുടേതാണ്. പക്ഷേ മൊത്തം ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബ്യൂറോക്രസിയാണ്. മന്ത്രിയെ ഉപദേശിക്കലാണ് ഗവൺമെൻറ് സെക്രട്ടറിയുടെ ചുമതല. മന്ത്രിമാർ തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് സെക്രട്ടറിയുടെ ചുമതലയാണ്. അതിലെ പുരോഗതിയെക്കുറിച്ച് മന്ത്രിക്ക് സെക്രട്ടറി റിപ്പോർട്ട് നൽകണം. മന്ത്രിയുമായി നടത്തുന്ന ചർച്ചയുടെ റെക്കോർഡ് സെക്രട്ടറി സൂക്ഷിക്കണം. പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എഴുതി വയ്ക്കണം. നിർഭയരായി പ്രവർത്തിക്കുവാൻ മന്ത്രിമാർ ഉദ്യോഗസ്ഥരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ മന്ത്രിമാർ ഇടപെടാൻ പാടില്ല. റിലേഷൻസ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ആൻഡ് പെർമനൻ്റ് executive. The people elect political executive periodically. Their term of office depend on the support of the members of the legislature. Permanent executive continues in office permanently until the age of retirement. Politicians and laymen constitute political executive. The permanent executive, that is the civil service or bureaucracy, is composed of professional administration or experts. They are recruited on the basis of their merit. There is a close relationship between the political executive and bureaucracy. Political executive ministers, being amateurs and laymen, do not have adequate knowledge about the affairs of the departments. Ministers always depend on the bureaucrats for the determination of policy. Though the bureaucracy is working under the political executive in practice, the ministers are not capable of giving any direction due to their lack of knowledge and experience. The officials advise the minister on day working of the department. It is bureaucracy which prepares answers which ministers has to give in the legislature. Even speeches to deliver by ministers are at times prepared by bureaucrats. Bureaucracy influences the decision-making process of the government. Ruling party may change, but the officials are permanent in service. So the bureaucrats should be neutral in attitude and always accept the decisions of the political executive. The civil servants should obey and serve the country, whatever may be the party in power. They should carry out the policies of the government without political neutrality. There cannot be continuity of administration if they have a partisan attitude. The civil servants cannot loyally serve the changing governments. The concept of political neutrality of civil services cannot be seen in the modern world. The fact is that public officials can easily influence the ministers in framing public policy. They can also influence decision making. Usually the people approach public officials to solve their problems. The civil servants discuss the public problems with the political leaders. The political leaders may sometimes exploit the public officials for their personal and party interest. Another fact which deserves mention is that coalition government frequent change occur in the cabinet. It may lead to conflicts between ministers and bureaucrats. The bureaucracy always prefers stability of government and continuity of policies. The Administrative Reforms Commission laid down some principles to determine the relationship between the political executive and permanent executive. In the process of policy making, the ministers works in close relationship with the civil servants. The last word both in policy and administration is the minister, but bureaucracy carries on the entire administration. The role of the government secretary is to render advice to the minister. It is his duty to implement the policies decided by the minister. He has to inform the minister about its progress.
A record should be kept on the discussion of all important matters between the minister and the secretary. All important decisions should be put down in writing. Ministers should not interfere in the day-to-day administration of the civil servants. Defects of bureaucracy. The first defect of bureaucracy is that it is not responsive to popular demands and desires, but bureaucracy regards itself as self-appointed guardian and interpreter of public interest. ഉദ്യോഗസ്ഥന്മാരുടെ ഗുണങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. എന്നാൽ ചില പോരായ്മകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങളെ താല്പര്യത്തോടു കൂടി കാണാൻ, അതിന് പ്രാധാന്യം കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറല്ല, അല്ലെങ്കിൽ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരൊരു അധികാരി വർഗമായിട്ടാണ് സ്വയം തന്നെ കണക്കാക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കുമ്പം തിക്ത അനുഭവങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അവർ ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങി ജയിക്കുന്നവരല്ല, അവർ സ്വയം കഴിവുകൊണ്ട് ജയിച്ചവരാണ് എന്ന ഒരു ചിന്തയാണത്. രണ്ടാമത്തെ ഒരു സെക്കൻഡ് ഡിഫക്റ്റ് ഈസ് റെഡ് ടാപ്പിസം ഓർ undue formalism. The bureaucracy gives too much importance for rules and procedures. Naturally, it leads to unnecessary delay. The bureaucrats forget that norms and regulations are made for the service of the society. അടുത്ത രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് റെഡ് ടാപ്പിസം അഥവാ ചുവപ്പ് നാടയാണ്. ആവശ്യമില്ലാത്ത രേഖകളും ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിച്ച് പലപ്പോഴും ജനങ്ങളെ ആവശ്യങ്ങൾ നീട്ടിക്കൊണ്ടു പോവുക, സമയത്ത് ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നത് അവർ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, ദ തേർഡ് ഡിഫക്റ്റ് ഈസ് ദാറ്റ് ദ നമ്പർ ഓഫ് സ്റ്റാഫ് ഇൻ ദ ഓഫീസ് ഈസ് increasing day by day, but the work done is reducing. The inherent lust for power is also a defect of bureaucracy. വർദ്ധിച്ചു വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം സാമ്പത്തികമായും മറ്റുമൊക്കെ ഗവൺമെൻറ്റിന് ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ എണ്ണം, ജോലിയുടെ അളവ് വളരെ കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ പാഠത്ത് നമ്മൾ പഠിച്ചത് ബ്യൂറോക്രസിയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ് ഓർ ബ്യൂറോക്രസി? രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിരം എക്സിക്യൂട്ടീവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തേത്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ ഓഫ് ബ്യൂറോക്രസി. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ ഓഫ് ബ്യൂറോക്രസി. ഉദ്യോഗസ്ഥരുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ബ്യൂറോക്രസിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക. ഒരുപാട് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം എഴുതേണ്ട. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചിലത് മാത്രം എഴുതിയെടുത്താൽ മതി. മറ്റൊന്ന്, വാട്ട് ആർ ദ ഡിഫക്ട്സ് ഓഫ് ബ്യൂറോക്രസി? ബ്യൂറോക്രസിയുടെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.